ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫുഡി കിച്ചണിലേക്ക് സ്വാഗതം. ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി 300 ഗ്രാം ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഈ ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കുന്ന തരത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ മസാലകളെല്ലാം ചെമ്മീനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ദാ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ദാ ഇപ്പോൾ ചെമ്മീനെല്ലാം നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെയാട്ടാ റോസ്റ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കുന്നത്. ഇതിനായി ഇനി വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഇനി 2 ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഈ സവാള കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതിയാകൂട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി ട്ടാ, ഉടഞ്ഞു കിട്ടണമെന്നില്ല. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മസാലക്ക് ആവശ്യമായ ഉപ്പ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇവിടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ട്ടാ. ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. മീനും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. മസാലകളൊക്കെ ചെമ്മീനിൽ പിടിച്ച് കിട്ടുന്നത് വരെ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ദാ ഇതുപോലെ ഇതിലെ വെള്ളമെല്ലാം നന്നായി വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാട്ടത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.